Hi, good evening. Raps India fitness trainer, SIN member, and licensed Zumba instructor. Great pressure in inviting Mrs. Coach Reshma to the stage. Sound പോരാട്ടോ, sound പോരാ. Please. ഹായ്. അപ്പോ സൂംബയ്ക്ക് എല്ലാവരും റെഡിയല്ലേ? അപ്പൊ ഞാൻ കളിക്കുന്ന അതേപോലെ സെയിം പോലെ കളിക്കണമെന്ന് ഞാൻ പറയില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് Latinos, 1, 2, 3, activos, 1, 2, 3, latinos, 1, 2, 3, activos. Latinos, activos. Latinos, 1, 2, 3, activos, 1, 2, 3, 3, 2, 1, 2, 3, latinos, 1, 2, 3, 3, 2, 1, 2, 3, activos, 1, 2, 3, 3, 2, 1, 2, 3, latinos, 1, 2, 3. എനർജി ഫീൽ ചെയ്യുന്നല്ലേ അല്ലേ? നിങ്ങൾ ഇത്രയും നേരം നിങ്ങളുടെ വീട്ടിൽ ടെൻഷൻസ് ഉണ്ടാവും. ഞാൻ ഓർമ്മിപ്പിച്ചല്ല കേട്ടോ, സോറി ഫോർ ദാറ്റ്. ഞാൻ ഓർമ്മിപ്പിച്ചല്ല. നിങ്ങൾക്ക് ടെൻഷൻസ് ഉണ്ടാകും. ജോബിന്റെ ടെൻഷൻസ്, പിന്നെ അതേപോലെ തന്നെ എന്താ ഒരുപാട് നമ്മള് ലേഡീസിനും ജെന്റ്സിനായാലും കോമൺലി ഒരുപാട് ടെൻഷൻസ് ഉണ്ടല്ലേ. അത് എന്തെങ്കിലും ഇതിന്റെ ഇടയ്ക്ക് ഓർക്കാനുള്ള സമയം കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല അല്ലേ? അതാണ് സൂംബയുടെ ഗുണം. ഓക്കെ, 1 അവർ നിങ്ങളുടെ ടെൻഷൻസ് ഒക്കെ നിങ്ങൾക്ക് പമ്പളകും. ആ 1 അവർ മതിയല്ലോ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടല്ലേ. നിങ്ങൾ എത്ര വർക്കൗട്ട് ചെയ്തെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇതിന്റെ ഇടയ്ക്ക് സൂംബ എന്ന് പറയുന്നത് ഫിറ്റ്നസ് ആണ് അല്ലേ? വേറൊരു ഫിറ്റ്നസ് വേർഷൻ ആണ്. ഇപ്പൊ നമ്മള് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നു, കാർഡിയോ ചെയ്യുന്നു, ഫ്ലോ വർക്കൗട്ട്സ്, എന്തെല്ലാം ടൈപ്പ് വർക്കൗട്ട്സ് ആണ് അല്ലേ ഉള്ളത്. ടബാറ്റ, പല ടൈപ്പ് വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പൊ അതില് സോറി, എന്റെ ബേബിയാണ് കേട്ടോ, എന്റെ മോനാണ്. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ അപ്പൊ എന്തെല്ലാം വർക്കൗട്ട്സ് ആണ് നിങ്ങൾ ഇതിൽ ചെയ്തതെന്ന് നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ? ഇതിന്റെ ഇടയ്ക്ക് എത്ര സ്ക്വാട്ട് ചെയ്ത് നിങ്ങൾ ഓർമ്മയുണ്ടോ? ഞാൻ നിങ്ങൾ ഇരിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, മൈക്കില്ല എൻ്റെ കയ്യിൽ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു ഇരിക്കൂ എന്ന് പറഞ്ഞില്ലേ, ഡൗൺ എന്ന് പറഞ്ഞില്ലേ. എത്ര സ്ക്വാട്ടാ ചെയ്ത് അല്ലേ? ഇത്രേ ഉള്ളൂ. പല ടൈപ്പ് വർക്കൗട്ട് നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് പോയി. എത്ര കൈ ഹാൻഡ് മൂവ്മെന്റ്സ്, എത്ര ലെഗ് മൂവ്മെന്റ്സ് അല്ലേ, ഷോൾഡർ എല്ലാം പോയിട്ടുണ്ട്. എല്ലാ വർക്കൗട്ടും നമ്മൾ ഇതിൽ ചെയ്തു. മെയിൻലി സൂംബ എന്ന് പറയുന്നത് ഒരു കാർഡിയോ ബേസ്ഡ് വർക്കൗട്ടാണ്. കാർഡിയോ ആണ്, നമ്മുടെ ഹാർട്ട് ഹെൽത്തിനൊക്കെ ബെസ്റ്റ് ആണ്. ഓക്കെ, നിങ്ങളുടെ ഹാർട്ടിലൊന്ന് പിടിച്ചു നോക്ക്. കുറച്ച് മുന്നേ ഇപ്പം റെസ്റ്റായി അല്ലേ? ഇപ്പം നമ്മൾ കുറച്ചൊന്ന് റെസ്റ്റായി, ഒന്ന് ഡൗൺ ആയി. ബട്ട് എന്നാലും നിങ്ങൾ ആ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് എന്തോരം കൂടി, എത്ര ബ്ലഡാണ് ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് സ്പീഡിനാണ് ഹാർട്ട് ഇടിക്കുന്നത് അല്ലേ? അതാണ് ഗുണം, ഹാർട്ടിന് ബെസ്റ്റ് ആണ്. ഓക്കെ, നമ്മുടെ ഏറ്റവും വലിയ ഗുണമാണ് നമ്മുടെ ഹാർട്ട് എപ്പോഴും നല്ലതായിട്ട് ഇരിക്കുക എന്നുള്ള കാര്യം അല്ലേ? സൂപ്പറായിട്ട് നല്ല ബ്ലഡൊക്കെ പമ്പ് ചെയ്ത് നല്ലതായിട്ട് ഇരിക്കുക എന്നുള്ളത് ഏറ്റവും ബെസ്റ്റ് കാര്യമാണ് അല്ലേ? അത് ഇതിൽ നടന്നു അല്ലേ? 1 hour അല്ല. നിങ്ങൾ നേരത്തെ സൂംബ ചെയ്തിട്ടുണ്ടോ? ചെയ്തവരാരെങ്കിലും ഉണ്ടോ? ഉണ്ട് ഇതിനകത്ത്? അപർണ ചേച്ചിയും ഒക്കെ ചെയ്തിട്ടുണ്ട്, രശ്മി
അല്ലേ? എല്ലാവരും ചെയ്തിട്ടുണ്ട്. വേറെ സൂംബ ചെയ്യാത്ത ഫസ്റ്റ് ടൈം സൂംബ ചെയ്യുന്നവരാരൊക്കെയാ? യെസ്. ഹൗ യു ഫീൽ? എങ്ങനെയുണ്ടായിരുന്നു സൂംബ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല പൊളി. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു ഇല്ലേ? ക്ലാസ് ഒരുപാട് ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും. ഭയങ്കര സപ്പോർട്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഓക്കെ, താങ്ക് യു. സൂംബ ഫസ്റ്റ് ടൈം ആരാ? ഫസ്റ്റ് ടൈം അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. ഓക്കെ, നല്ലായിരുന്നു അല്ലേ? ഇഷ്ടപ്പെട്ടു? ഇത് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് സൂംബ എന്ന് പറയുന്നത്. നിങ്ങൾ ഞാൻ ഓൾസോ ഞാനൊരു പേഴ്സണൽ ട്രെയിനറാണ്. ഇൻ്റർനാഷണലി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു റെപ്സ് ഇന്ത്യ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫിറ്റ്നസ് ട്രെയിനറാണ്, ജിം ട്രെയിനറാണ്. സ്റ്റിൽ ഞാൻ ഇപ്പോഴും പറയും, ഞാൻ ജനറൽ ട്രെയിനിങ് ചെയ്യാറുണ്ട്, പേഴ്സണൽ ട്രെയിനിങ് ചെയ്യാറുണ്ട്. ബട്ട് എനിക്ക് പേഴ്സണൽ ട്രെയിനിങ്ങിനേക്കാളും ജനറൽ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ട്രെയിനർ ഒരു 12 സ്ക്വാട്ട് വെച്ചിട്ട് 12ന്റെ 3 സെറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ നിങ്ങളുടെ ജനറൽ ട്രെയിനറാണ്. ജിമ്മിലെ സാധാരണ പേഴ്സണൽ ട്രെയിനറല്ല, ജനറൽ ട്രെയിനറാണ്. 3 സെറ്റ് എന്താണ് 12 റബ്സ് വെച്ചിട്ട് 12 ടൈംസ് സ്ക്വാട്ട് ചെയ്യാൻ പറഞ്ഞു. 3 എണ്ണം. അതിൻ്റെ ആദ്യമേ എത്ര എണ്ണം ചെയ്യും? ഫുള്ളും ചെയ്യില്ലേ? അന്ന് അതിൻ്റെ ആ ഒരു സ്പിരിറ്റിന് 12 എണ്ണം ഞാൻ ചെയ്ത് കാണിക്കാം എന്നും പറഞ്ഞിട്ട് 12 എണ്ണം ചെയ്യും. പിന്നീട് അത് കഴിഞ്ഞിട്ട് ട്രെയിനർ ഇവിടെ കാണും ഉണ്ടോ? ഞാൻ എത്ര വട്ടം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ട്രെയിനർ ഇവിടെ കാണും ഉണ്ടോ? ഇല്ല. പയ്യെ നിന്നിട്ട് 2 എണ്ണം കുറച്ചാൽ എന്താ ഇപ്പം? അപ്പം എന്ത് ചെയ്യും? 10 എണ്ണം. അടുത്ത 3-മത്തെ ഇനി ചെയ്യണോ? അവർ കാണുന്നില്ലല്ലോ അല്ലേ? ഇവിടെ ഒന്നും ഇല്ലല്ലോ. വേറെ കുട്ടിയെ ട്രെയിൻ ചെയ്യിക്കുക. കുഴപ്പമില്ല, പിന്നെ ഞാൻ 3 എണ്ണം ചെയ്തേ. ശരി എന്നാ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ട്രെയിനറാണ് നമ്മളെല്ലാവരും. നിങ്ങളവിടെ 3 എണ്ണം ചെയ്യുന്നുണ്ടോ, 3 സെറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഞങ്ങൾ അവിടെ കണ്ണാടി നിന്ന് നോക്കും. ഓക്കെ, മനസ്സിലായോ? ബട്ട് സ്റ്റിൽ ജനറൽ ട്രെയിനിങ് ആണ്. ജനറൽ ട്രെയിനിങ് ചെയ്യുമ്പോഴത്തേനുള്ള നമുക്ക് പേഴ്സണൽ ട്രെയിനിങ് അല്ല അത്. ഓക്കെ, അത് ഒബിയസ്ലി അങ്ങനെ ആവുമല്ലോ. ഓക്കെ, പേഴ്സണൽ ട്രെയിനർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളെ ചെയ്യവിടെ എന്ന് പറഞ്ഞ് അല്ലേ പറഞ്ഞ ചെയ്യവിടെ എന്നും പറഞ്ഞ് നിർത്തി ചെയ്യിപ്പിക്കുക അവിടെ. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, അതാണ് ഗുണം. ഇപ്പം ഇതിനകത്ത് എത്ര സ്ക്വാട്ട് ചെയ്തു എന്ന് നിങ്ങൾക്ക് ഒരു പിടുത്തവും ഇല്ല, എത്ര ഹാൻഡ് മൂവ്മെന്റ്സ് ചെയ്തു എന്ന് നിങ്ങൾക്ക് ഒരു പിടുത്തവും ഇല്ല, എത്ര ലെഗ് മൂവ്മെന്റ്സ്, എത്ര ഷോൾഡർ മൂവ്മെന്റ്സ്, ഒരു പിടുത്തവും ഇല്ല. കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. അത്രേ ഉള്ളൂ. ഓക്കെ, സുംബ ഈസ് ഗുഡ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് വേൾഡിലെ റിതംസ് വെച്ച് ഈ സോങ്സ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാം ഡൗൺ ഒക്കെ കേട്ടിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ വേറെ എത്രയോ ഞാൻ കുംബിയ സോങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ പാട്ട് എവിടെയെങ്കിലും? ഇല്ല. അതുകൊണ്ടാണ് വേൾഡ് റിതംസ് ഇന്ത്യയിൽ നിന്ന് ആകപ്പാട് സൂംബയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരേ ഒരു റിതമേ ഉള്ളൂ. അത് ഏതാണെന്നറിയാമോ? ബാങ്ഡ. നമ്മൾ ചെയ്തില്ലേ ബാങ്ഡ? അത് മാത്രമാണ് സൂംബയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അതേപോലെ വേൾഡിലെ പല റിതംസ് ചേർന്നിട്ടാണ് സൂംബയുടെ സോങ്സ് കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത്. ഇത് നിങ്ങൾ വേറെ എവിടെ പോയി നോക്കിയാലും നിങ്ങൾക്ക് കിട്ടൂല. യൂട്യൂബിലോ 1-2 നിങ്ങൾക്ക് കിട്ടും. അത് സൂംബയിൽ നിന്ന് എടുത്തു മാറ്റിയ സോങ്സ് മാത്രം. അല്ലാതെ സൂംബ സോങ്സ് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ കിട്ടത്തില്ല. ഈ സോങ്സ് ഒക്കെ നിങ്ങളൊന്ന് തപ്പി നോക്ക്, കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ കുറെ തപ്പിയതാ, കിട്ടിയില്ല. ഓക്കെ, കിട്ടത്തില്ല. ഇത് നമ്മൾ സർട്ടിഫൈഡ് ട്രെയിനേഴ്സിന് വേണ്ടിയിട്ട് മാത്രം ഒറ്റ തവണ ലോഗിൻ ചെയ്യാവുന്ന ഒരേ ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് ആ ആപ്പിൽ, ഒരേ ഒരു ഡിവൈസിൽ മാത്രമേ ഞങ്ങൾക്ക് ആ ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് സർട്ടിഫൈഡ് ഇൻസ്ട്രക്ടേഴ്സിന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ട്രെയിനേഴ്സിന് മാത്രം, ഇൻസ്ട്രക്ടേഴ്സിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് പഠിക്കാത്തവർക്ക് ആർക്കും ഈ ഒരു ഇതിൽ അവർ തന്നിട്ടുള്ള ID-യിൽ മാത്രമേ ഞാൻ ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പഠിച്ചാൽ മാത്രമേ, സർട്ടിഫിക്കേഷൻ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ആക്സസ് കിട്ടുള്ളൂ. ഓക്കെ, അതും അവർ സർട്ടിഫിക്കേഷൻ തരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കേപ്പബിൾ ആണോ എന്നുള്ള കാര്യം അവർ നോക്കും. ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ അവർ ഹോൾഡ് ചെയ്ത് വെക്കും സർട്ടിഫിക്കേഷൻ. നമ്മളവിടെ പൈസ കൊടുത്ത് പോയത് തന്നെ മിച്ചം, അവർ തരത്തില്ല. കാരണം എലിജിബിൾ ആയിട്ടുള്ള ട്രെയിനേഴ്സിന് മാത്രമേ അവർ കൊടുക്കുകയുള്ളൂ. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു ഗുണം. നിങ്ങളിപ്പം എന്നെ ഇപ്പം
zumba.com നിങ്ങൾ ട്രിവാൻഡ്രത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫൈലിൽ കിട്ടും. അതേപോലെ ട്രിവാൻഡ്രത്ത് ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്, അവരെല്ലാവരും കിട്ടും. സർട്ടിഫൈഡ് ട്രെയിനേഴ്സിനെ മാത്രം, ഇൻസ്ട്രക്ടേഴ്സിനെ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, നമ്മുടെ എലിജിബിലിറ്റി എന്താണ് സൂംബ സർട്ടിഫൈഡ് ആണോ, ജിൻ ട്രെയിനർ ആണോ? നിങ്ങളിപ്പോൾ വേറെ എവിടെ പോയാലും നിങ്ങളുടെ ട്രെയിനർ, നിങ്ങൾ മേ ബി വേറെ എവിടെയും ജിമ്മിൽ സൂംബ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അവിടെ ചെന്നിട്ട് നിങ്ങളെ സൂംബ ചെയ്യിക്കുന്ന ട്രെയിനർ ജിൻ മെമ്പർ ആണോ എന്ന് നിങ്ങൾ ഒരു വട്ടം ചോദിച്ചു നോക്ക്. ജിൻ മെമ്പർ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓക്കെ, ശരി, നിങ്ങൾ വിട്ടോ, സൂംബ ട്രെയിനർ അല്ല അവർ. ജിൻ മെമ്പേഴ്സിന് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, ജിൻ അത് വേൾഡിലുള്ള കമ്മ്യൂണിറ്റിയാണ്, സൂംബ ഇൻസ്ട്രക്ടേഴ്സിൻ്റെ കമ്മ്യൂണിറ്റിയാണ് ജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ആണോ എന്ന് ചോദിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ വർക്കൗട്ടൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? അത്യാവശ്യം ഒന്ന് ഓക്കെ ആയില്ലേ? ബ്രീത്തൊക്കെ ഓക്കെ ആയില്ലേ? സെറ്റ്. അപ്പോൾ നമുക്ക് ഒരു 2 എണ്ണം കൂടെ കളിച്ചിട്ട് കൂൾ ഡൗൺ ചെയ്തിട്ട് അങ്ങ് നിർത്താം. ഓക്കെ. La noche se hizo fue para gozarla. Los panas me están llamando que salga. Te prendió el reventón y suena esta canción. Que siga la fiesta para reventarla. Manos arriba pa' que esto siga. Si quieres dale adrenalina. Deja que siga música arriba. Porque la noche se hizo para gozarla. Dale hasta el suelo, dale hasta el suelo, dale hasta el suelo, dale hasta el suelo. It takes one, just one, then you get another one. It's gonna be a billion, and everywhere with everyone. Here I come with the groove, I'm gonna play it till you move. You sing a melody, bring the harmony. Start the party, got to make it true. Can you feel it? It's amazing, and I believe it, it's amazing. Every day, everywhere, everyone. From today we can be as one. All together we can be as one. All together we can be as one. Dime que sientes lo que siento. Dime que crees lo que creo. Esa es la verdad. Es tu corazón que junto al mío canta esta canción. Can you feel it? It's amazing, and I believe it, it's amazing. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ? എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു 1 hour? എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടോ? വോയിസ് ഇഷ്ടപ്പെട്ടോ? ശീലമില്ലാത്തതുകൊണ്ട് അത് കുറച്ച് കഷ്ടമായിരുന്നു. അതറിഞ്ഞൂടെ, സൂമയ്ക്ക് ഡാൻസ് പഠിക്കണമെന്നുണ്ടോ? നിങ്ങൾ എത്ര പേര് ഡാൻസ് പഠിച്ചതാണ്? അത് അറിയാം, ഡാൻസ് പഠിച്ചതായിരിക്കും. ഡാൻസ് സൂമ്പ കളിക്കാൻ ഡാൻസ് ബാക്ക്ഗ്രൗണ്ട് ആവശ്യമുണ്ടോ? രാധി ഉണ്ടോ അവിടെ? രാധി, സൂമ്പ പഠിക്കാൻ ഡാൻസ് ബാക്ക്ഗ്രൗണ്ട് ആവശ്യമുണ്ടോ? ഇല്ല, റിത്തം ഫോളോ ചെയ്യാനുള്ള ഒരു മൂഡ് മാത്രമാണ്. അതെ, അത് ട്രെയിനേഴ്സിന് അല്ലേ? ട്രെയിനേഴ്സ് കാരണം ഞാൻ ഇത്രയും നേരം എൻ്റെ ഫുൾ എനർജി എടുത്ത് നിങ്ങൾക്ക് തന്നു അല്ലേ? ഞാൻ അതേ സമയം അയ്യോ എനിക്കും വയ്യേ, ഞാൻ ക്ഷീണിച്ചേ എന്ന് പറഞ്ഞ് ഞാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളിക്കാൻ തോന്നുമോ? ഇല്ല.
അത് സൂംബ ട്രെയിനേഴ്സിന് ആവശ്യമുണ്ട്. പക്ഷെ നിങ്ങളാരും അത് വേണമെന്നില്ല. ഓക്കെ, ജസ്റ്റ് മൂവ് ചെയ്യാനുള്ള, അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റി കുറയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, നമ്മൾ ലേഡീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് നാൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാരേജൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ പഠിത്തമായിട്ട് നമ്മൾ ഒരുപാട് ബിസി ആയിപ്പോയി, നമുക്ക് ഫിസിക്കൽ മൂവ്മെൻറ്റ് ചെയ്യാനുള്ള ടൈം ഇല്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ബോഡി സ്റ്റിഫ്നെസ് വരും. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ പലരും ഇരുന്ന് വർക്ക് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ടാവും. ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ എന്താ പറ്റുക, നിങ്ങൾക്ക് സ്റ്റിഫ്നെസ് വരും. ഓക്കെ, മൂവ്മെൻറ്റ്സ് കുറയും, അജിലിറ്റി കുറയും. അങ്ങനെ വരുമ്പോഴത്തേനും നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരുപാട് പേര് ഡാൻസ് അറിയാവുന്നവരായിരിക്കും, ഡാൻസ് കളിക്കുന്നവരായിരിക്കും, പഠിച്ചിട്ടുണ്ടാവില്ല പക്ഷെ കളിക്കുന്നവരായിരിക്കാം. അങ്ങനെ വരുമ്പോഴത്തേനും നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ കളിക്കാൻ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല. അല്ല, അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എക്സ്പീരിയൻസ് പീപ്പിൾസ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഉണ്ടാവും. അങ്ങനെ ഉണ്ട്, ഇഷ്ടംപോലെ പേരുണ്ട് കേട്ടോ. മീൻസ് കളിക്കുന്നവരായിരിക്കും, പെട്ടെന്ന് നമ്മളൊന്ന് നിന്ന് പോകുമ്പോഴത്തേനും എന്തു പറ്റും, ആ ഒരു ആ ഫ്ലെക്സിബിലിറ്റി നമ്മുടെ ബോഡിയിൽ നിന്ന് മാറും. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മനസ്സിലായോ? അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യണ്ടേ, വി ക്യാൻ കം ബാക്ക് അല്ലേ? എന്ത് ചെയ്യണം, വർക്കൗട്ട് അല്ലേ? നമ്മൾ അയ്യോ എനിക്കിനി പറ്റത്തില്ലേ, ഞാൻ വയസ്സായി പോയേ, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും വയസ്സായി പോവുകയല്ല ചെയ്യുള്ളൂ അല്ലേ? നമ്മളെന്ത് ചെയ്യും, ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്ന് പോകുമ്പോൾ അവസാനം അവിടെ ഇരുന്ന് തീരും. അതിനെക്കാട്ടും നല്ലത് വി ഹാവ് ടു മൂവ് അല്ലേ? അല്ലേ, നമ്മൾ മൂവ് ചെയ്യില്ലേ വേണ്ടുന്നേ അല്ലേ? അല്ലേ? 30 എത്ര പേരുണ്ട്? 30 വയസ്സ് പറയാൻ എന്തിനിടെ മടിക്കുന്നേ? ഇറ്റ്സ് ജസ്റ്റ് എ നമ്പർ അല്ലേ? ഐ ആം ഓൾസോ 30. ഞാനും 30 ആണ്. എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്താ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റില്ലേ? 30+, 40 ഉള്ളവരുണ്ടായിരിക്കാം, 50 ഉള്ളവരുണ്ടായിരിക്കാം. എൻ്റെ ക്ലാസ്സിൽ എത്ര ആൻറ്റിമാരുണ്ടെന്ന് അറിയാമോ? 55 വരെയുള്ള ആൻറ്റിമാരുണ്ട്. 1 ഇയർ ആയിട്ട് അവരെൻ്റെ കൂടെ തന്നെ ഉണ്ട്. 3 പേരാണുള്ളത്. 55. എനിക്ക് ജോയിൻ ചെയ്ത സമയത്ത് അവർക്ക് 55 ആയിരുന്നു. 56 ആയി കാണുമായിരുന്നു. അവരൊക്കെ പറയണത് എന്താണെന്നറിയാമോ, ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്ന ടൈം വരെ, രശ്മിയുടെ കൂടെ വരുന്നത് വരെ ഞാൻ വയസ്സായി പോയതായിരുന്നു. പിന്നെ ഇപ്പം എല്ലാവരുടെ കയ്യിലും മുന്നേ ഞാനാണ് നടക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ ഡോക്ടർ അപർണ. ഞാനിവിടെ ഗവൺമെൻറ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് ഐരാണിമുട്ടം അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വന്നിട്ട് ഇപ്പോൾ 6 months ആയിട്ടുള്ളൂ. എൻ്റെ സ്വന്തം നാട് ആലപ്പുഴയാണ്. അപ്പം ശരിക്കും നമ്മൾ കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഒരു എക്സസൈസ് എന്നുള്ളൊരു സാധനം മിസ്സിങ് ആയിരുന്നു. ഓക്കെ, അപ്പം അതുകൂടാതെ തന്നെ എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വെയിറ്റ് കുറയ്ക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയത്, ഓൺലൈൻ ക്ലാസ്സസ് എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെയാണ് ട്രാൻസ്ഫോമർ ഫിറ്റ്നസ് സ്റ്റുഡിയോയിലേക്ക് എത്തുന്നത്. അപ്പം നമ്മൾ ഓൺലൈൻ ക്ലാസ്സിന് ചേരുമ്പോഴും നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം എത്രത്തോളം ഇത് ഒരു റിസൾട്ട് കിട്ടും എന്നുള്ളത്. ഇപ്പം ഞാൻ ഓഗസ്റ്റിലാണ് ജോയിൻ ചെയ്തത്. ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു 66 kg ഉണ്ടായിരുന്നു. ഇപ്പം 60 kg ആണുള്ളത്. ഓക്കെ, അപ്പം ഓഗസ്റ്റ് 2 months കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ ഞാൻ കയറിയിട്ടുണ്ട്. നവംബറിൽ മാത്രമാണ് ഒരു ബ്രേക്ക് എടുത്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഈ ക്ലാസ്സസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ കയറുന്നത് 8:30, 9:30 ആ ഒരു സ്കെഡ്യൂളാണ് ഞാൻ കയറുന്നത്. അപ്പം ഇതിലെനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ക്ലാസ്സസിനെ പറ്റി പറയാനാണെങ്കിൽ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് നടക്കുന്നത്. എസ്പെഷ്യലി രേഷ്മ മാമിൻ്റെ ക്ലാസ്സസ്. ഇപ്പം മാം പറഞ്ഞല്ലോ, ഇപ്പം കുറച്ച് 50+ ആയിട്ടുള്ള ആൻറ്റിമാരൊക്കെ ഉണ്ട് അതിനകത്ത്. ഇപ്പം അവരൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ഒരു നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്താണെങ്കിലും അവരൊക്കെ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ പറഞ്ഞാൽ കൂടി അവർക്ക് പറ്റുന്ന രീതിയിലുള്ള എക്സസൈസസ് മാം അപ്പം തന്നെ മാറ്റി കൊടുക്കാറുണ്ട്. അതെനിക്ക് വലിയൊരു കാര്യമായിട്ടാണ് തോന്നിയത് മാമിൻ്റെ. അല്ലെങ്കിൽ സാധാരണ ഗതിയിൽ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്യേണ്ട, ലീവ് ചെയ്തോന്നായിരിക്കും എനിക്ക് തോന്നുന്നു വേറുള്ളവർ പറയും. പക്ഷെ അത് അവിടെ നിർത്തി അവരെ കൺട്രോൾ ചെയ്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു മോട്ടിവേഷൻ കൊടുത്ത് അതോടൊപ്പം തന്നെ എക്സസൈസ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കും. അതെനിക്ക് ഭയങ്കര ഒരു അപ്രിഷിയേറ്റിംഗ് ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നി.
പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ഏതൊരു ക്ലാസ്സസ് ആണെങ്കിലും നമ്മുടെ പഠിത്തമായാലും അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ക്ലാസ്സിൽ ജോയിൻ ചെയ്താലും ഡിസിപ്ലിൻ ആൻഡ് പേഷ്യൻസ് ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് കിട്ടുന്നതായിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇപ്പോഴും ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓൺലൈൻ സൂംബ പ്ലാറ്റ്ഫോം ആണിത്. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, നമുക്കൊരു സൂംബ കളിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് ആസ് എ ഡോക്ടർ ഞാൻ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വെയിറ്റ് ലോസ്. നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് ഒബീസിറ്റി അല്ലെ, വണ്ണം കൊണ്ടുള്ള ഡിസീസസ് കുറേ ഉണ്ട് നമുക്കല്ലേ. ഇപ്പം ഗേൾസിനാണെങ്കിലും നമുക്ക് PCOD അല്ലെങ്കിൽ തൈറോയിഡ് ഡിസോർഡേഴ്സ് ഒക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഈ പറയുന്ന നമുക്ക് OP-യിലൊക്കെ കൂടുതൽ വരുന്ന കേസസ് അത് തന്നെയാണ് ഈ പറയുന്ന പോലെ ഇറഗുലർ പീരിയഡ്സ് ഗേൾസിന്റെ. അപ്പം ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഈ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ കൊണ്ടിട്ടാണ് ഇത് വരുന്നത്. അപ്പം വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് സൂംബ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മാം ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ ഒരു കാർഡിയോ വാസ്കുലർ ഹെൽത്ത്, ഹാർട്ടിന്റെ ഹെൽത്ത്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മുടെ സർക്കുലേഷൻ കൂട്ടാനും ഒക്കെ ഈ ഒരു എക്സസൈസസ്, സൂംബ എക്സസൈസസ് ഹെൽപ്ഫുൾ ആണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി അല്ലെ, നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംഭവമാണ് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി. നമ്മൾ ഈ എക്സസൈസസ് ചെയ്യുമ്പോൾ എന്താ പറ്റും, നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു ടൈപ്പ് ഓഫ് കെമിക്കൽസ് റിലീസ് ആവുന്നുണ്ട്. എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിലീസ് ആവുന്നുണ്ട്. അപ്പം ഇതാണ് ആക്ച്വലി നമ്മുടെ മൂഡ് എലിവേറ്റ് ചെയ്യുന്നത്. നമ്മുടെ സ്ട്രെസ്സും ആൻസൈറ്റിയും എല്ലാം മാറ്റി നമുക്കൊരു ഹാപ്പിനെസ്, ഒരു വെൽബീയിങ് ഫീലിംഗ് തരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഡാൻസോ അങ്ങനെ അല്ലെങ്കിൽ വോട്ടെവർ എക്സസൈസസ് ഒക്കെ ചെയ്യുമ്പോഴാണ്. പിന്നെ നമ്മുടെ സ്ലീപ്പ്, അതും നമുക്കറിയാം ഇപ്പൊ കുറേ ആയി നമ്മൾ കാണുന്നതാണ്. എപ്പോഴും നമ്മളൊരു 12:30-1 വരെയൊക്കെ നമ്മളിങ്ങനെ റീൽസോ എന്തെങ്കിലുമൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഞാനും ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഒരു 9:30 കഴിഞ്ഞ് ഒരു 10:30 ആകുമ്പോൾ തന്നെ ഉറങ്ങുന്നതേ അറിയില്ല. അത്ര പെട്ടെന്ന് നമ്മളന്ന് ആ ഒരു ഉറങ്ങിപ്പോകുന്നത്. ഭയങ്കര ഒരു കാം സ്ലീപ്പാണ്, ഭയങ്കര ഫ്രഷ് ആയിട്ടാണ് നമുക്ക് രാവിലെ എണീക്കാൻ പറ്റുന്നത്. അപ്പം ആ ഒരു മൊബൈൽ ടൈമിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഐ ഹൈലി റെക്കമെൻഡ് ദിസ് ട്രാൻസ്ഫോമർ ഫിറ്റ്നസ്. അതുപോലെ തന്നെ ഞാൻ ആദ്യം ജോയിൻ ചെയ്യുമ്പോൾ വിചാരിച്ചത് ഇറ്റ് ഇസ് ജസ്റ്റ് എ ഡാൻസ്, കുറേ ഡാൻസിന്റെ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. ഇതിൽ ഒരുപാട് സെഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ടെബാറ്റ. അതുപോലെ തന്നെ ഇപ്പം ഒരു ഡേ ചിലപ്പോൾ ലെഗിനായിരിക്കും മാം തരുന്നത്, അല്ലെങ്കിൽ ചിലപ്പം അബ്ഡമൻ ആയിരിക്കും തരുന്നത്. പിന്നെ നമുക്ക് യോഗ, 1 day യോഗ സെഷൻ ഉണ്ട്. ആൻഡ് അറ്റ് ദ എൻഡ് നമുക്കൊരു ഫേസ് യോഗയും കൂടെ തരുന്നുണ്ട്. അപ്പൊ ഇത്രയും നമുക്ക് കവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കതൊരു ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതിൽ ഞാൻ ഭയങ്കര ബ്ലസ്ഡ് ആയിട്ട് വിചാരിക്കുന്നു. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് രേഷ്മേനെ 1 year മുന്നേ ഞാൻ ഇവിടെ ട്രെയിനറായിട്ട് ജോയിൻ ചെയ്തതാണ്. പിന്നെ പല കാരണങ്ങളും കൊണ്ട് ഞാനത് ലീവ് ചെയ്തു. പിന്നെ ഞാനൊരു സിന്നാണ്, സർട്ടിഫൈഡ് സുംബ ഇൻസ്ട്രക്ടറാണ്. എൻ്റെ പേര് രാധി കൃഷ്ണ. പിന്നെ ഞാൻ ഫിറ്റ്നസ് ട്രെയിനറും ആണ്. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ചൊന്ന് എൻ്റെ സെറ്റപ്പൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ്. ബട്ട് ഇറ്റ് വാസ് സോ ഗുഡ്. രേഷ്മ നല്ല എനർജി ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തത്. പിന്നെ എനിക്ക് പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, കാരണം ഞാൻ സുംബ ട്രെയിനർ ആയതുകൊണ്ട് തന്നെ എനിക്ക് പാട്ടുകളൊക്കെ എപ്പോഴും കേട്ട് പരിചയമുള്ളതുകൊണ്ട് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നു ഫുൾ ക്രൂവിനും അത് നമ്മുടെ ഒരു ട്രെയിനറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓപ്പോസിറ്റ് നിന്ന് ചെയ്യുന്ന ക്ലയൻസിന് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് രേഷ്മ നന്നായി ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം രേഷ്മ ചെയ്യുന്ന സ്റ്റെപ്സ് അവർക്ക് റിക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതൊരു വലിയ കാര്യമായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ഇവന്റ് ഇവിടെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാൻ കുറച്ചു ദിവസമായിട്ട് സുംബയിൽ സിൻ സർട്ടിഫൈഡ് ആണെങ്കിലും ഞാൻ കുറച്ചൊന്ന് മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് എനർജി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. 2-3 സിൻ ഫ്രണ്ട്സിനെയും കൂടെ ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് വരാൻ പറ്റിയില്ല. സോ ഞാൻ ഒറ്റയ്ക്കായി പോയി. എന്നാൽ എനിക്ക് അതൊന്നും ഫീൽ ചെയ്തിട്ടില്ല. സുംബ ഇസ് ഹാപ്പിനെസ്, ഫോർ മീ ഇറ്റ്സ് ഹാപ്പിനെസ്. സോ സുംബ ട്രെയിൻ ചെയ്യുമ്പോഴാണെങ്കിലും സുംബ ചെയ്യുമ്പോഴാണെങ്കിലും നേരത്തെ രേഷ്മ മെൻഷൻ ചെയ്ത പോലെ നമുക്ക് ഒന്നും ഔട്ട്സൈഡ് വേൾഡിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസൈഡിൽ എന്താ നടക്കുന്നതെന്ന് പോലും നമ്മൾ മറന്നു പോകും. ശരിക്കും അതുകൊണ്ടാണ് ഞാൻ സുംബ ട്രെയിനിങ്ങിലേക്ക് വന്നത് പോലും. പിന്നെ എന്തായിരുന്നു, മൊത്തത്തിൽ വെൽ കളർഫുൾ ആയിരുന്നു എല്ലായിടത്തും. അപ്പം ഓൾ ദി ബെസ്റ്റ് ട്രാൻസ്ഫോമേഴ്സ്. പിന്നെ ഇനിയും ക്ലയൻസുകൾ ഒരുപാട് ഉണ്ടാവട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് ബെനിഫിറ്റ്സ് ഇതിൽ നിന്നുണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു. ഹൗസ് എക്സ്പീരിയൻസ് അടിപൊളി, ഫാമിലി ആണോ? മക്കള്, ഇതെന്റെ ഫ്രണ്ട്, അവർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഹസ്ബൻഡ് കേട്ടോ.
ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. ഹായ് സർ, എങ്ങനെയുണ്ടായിരുന്നു? ബേസിക്കലി ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് ഈ ഫിറ്റ്നസിനെ കുറിച്ച് കൂടുതൽ അറിയാം. ഇത് വളരെ നല്ലതാണ്. പിന്നെ ഇത് വെയിറ്റ് ലോസ് മാത്രമല്ല ശരിക്കും ഇതിനകത്ത് സംഭവിക്കുന്നതാണ്. നമ്മുടെ കാർഡിയക് ഔട്ട്പുട്ട് എന്നുള്ളൊരു സംഭവം നോർമലി അത് റെസ്റ്റിംഗ് ഹാർട്ട് ഒരു 5 liters ഓഫ് ബ്ലഡ് ഒരു മിനിറ്റിൽ പമ്പ് ചെയ്യും ഓവർ റെസ്റ്റിംഗ് ടൈമിൽ. അപ്പോൾ ഒരു മൈൽഡ് മോഡറേറ്റ് എക്സസൈസ് ആകുമ്പോഴത്തേക്കും 10-15 liters per minute പമ്പ് ചെയ്യും. ശരിക്കും നമ്മുടെ ടോട്ടൽ ബോഡിയിലുള്ള ബ്ലഡ് വോളിയം എന്ന് പറഞ്ഞാൽ 5 liters ആണ്. അപ്പോൾ ഈ 5 liters ബ്ലഡ് തന്നെ ഒരു മിനിറ്റിൽ 2 പ്രാവശ്യവും 3 പ്രാവശ്യവും ഹാർട്ടിലൂടെ കടന്നു പോകും പ്യൂരിഫൈ ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ആർട്ടറീസും വെയിൻസും നമ്മുടെ ചാനലുകളെല്ലാം ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അധികം അസുഖം വരാതിരിക്കും. വരുന്ന ബ്ലഡ് തങ്ങിക്കിടക്കത്തില്ല, അതെല്ലാം നറിഷ് ചെയ്തുകൊണ്ടിരിക്കും. എന്നുവെച്ചാൽ നമ്മൾ വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുഴ ഒഴുകുന്നത് പോലെയാണ്. നല്ല ശക്തിയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലൊരിക്കലും മാലിന്യം കാണത്തില്ല. ഉള്ള മാലിന്യത്തിനെ തൂത്തെടുത്ത് കൊണ്ടുപോകും. ഇല്ലെങ്കിൽ എന്ത് പറ്റും? വളരെ സ്റ്റാഗ്നന്റ് ആയിട്ട് നമ്മളൊരു കൈതോളം ഒഴുകുന്ന പോലെ വെള്ളം വളരെ കുറച്ചാണ് ഒഴുകുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ നമ്മുടെ ശരീരത്തിലെ രക്തത്തിലുള്ള കൊഴുപ്പും അംശങ്ങളും എല്ലാം അവിടെ തങ്ങിക്കിടക്കും. അത് തന്നെയാണ് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസും. ബാക്കി ഇപ്പോൾ ഒരുപാട് സ്റ്റഡീസ് പറയുന്നുണ്ട് ക്യാൻസർ ഇഷ്യൂസ് എല്ലാം ഉണ്ടാകുന്നതെല്ലാം ഈ കാർഡിയക് ഔട്ട്പുട്ട് ഈ എക്സസൈസ് ഇല്ലാന്ന് ഫിസിക്കൽ ഇൻആക്ടിവിറ്റി കൊണ്ടാണ് ഉണ്ടാകുന്നത്. കാരണം എല്ലാ അശുദ്ധമായ സാധനങ്ങളും രക്തക്കുഴലിലും അതിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ തങ്ങിക്കിടക്കും. പക്ഷെ ഇവര് നല്ലൊരു കാർഡിയക് മോഡറേറ്റ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് 3 to 4 days per week നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെജോറിറ്റി 60 to 70% നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതൊരു ശരിക്കും നമ്മുടെ ട്രെൻഡിങ് പറയേണ്ടത് ഒരു വെയിറ്റ് ലോസ് പ്രോഗ്രാം മാത്രമല്ല, ഓവറോൾ ഇറ്റ് ഇസ് എ ഫിറ്റ്നസ് ആണ്. ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അപ്പോൾ മെന്റലി ഫിസിക്കലി ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ് എന്നാണ് നമുക്ക് പറയുന്നത്. സോഷ്യൽ വെൽബീയിങ്. നമുക്ക് പുറത്തുനിന്ന് ഒരാളത്ത് പോയി സംസാരിക്കാൻ നമുക്കൊരു മടിയും പേടിയും ഒന്നും ഉണ്ടാവത്തില്ല. കാരണം കുറച്ച് ദിവസം ട്രെയിനിങ് കൊടുത്തു വരുമ്പോഴത്തേക്കും നമുക്ക് ആരോടും പറയാനുള്ള ഒരു ധൈര്യം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ നമ്മുടെ മനസ്സിനൊരു കപ്പാസിറ്റി എല്ലാം ഇതിനകത്ത് ഉണ്ടാവും. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇതിന്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത്. എക്സാമിന്റെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. നാളെ മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ വന്നപ്പോ അതൊക്കെ കുറച്ച് മറന്നു. പിന്നെ ഇത് ഫസ്റ്റ് ടൈം ആയിട്ട് ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു. സാവേ, ഞാൻ ഈവൻ ദോ ഐ വാസ് ജസ്റ്റ് സ്റ്റാൻഡിങ് ഹിയർ, ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ ഞാൻ തന്നെ ഇങ്ങനെ പാൽപിറ്റേഷൻസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. യു ഗാസിന്റെ ഭയങ്കര എനർജി ആയിരുന്നു. എസ്പെഷ്യലി ഫസ്റ്റ് ടൈമേഴ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, കൂഡോസ്. ഓക്കെ, ഗ്രേറ്റ് ജോബ്. ആൻഡ് ബാക്കിലും ഒരാളുണ്ടായിരുന്നു. ആൻഡ് ലൈക്ക് വെൽ ഡൺ. ലൈക്ക് ഞാൻ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ലൈക്ക് ഈവൻ ഐ വാസ് ജസ്റ്റ് ജലസ് ഫോർ യു. ലൈക്ക് എന്താ പറയുക, ഭയങ്കര എനർജി. ആൻഡ് ഈവൻ മാം ടു ഫുൾ എനർജിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈക്ക് ഗ്രേറ്റ് വർക്ക് ഗൈസ്, ഗ്രേറ്റ് വർക്ക്. ആൻഡ് ഓൾസോ താങ്ക് യു സോ മച്ച്. ഈ ഇവന്റ് ഓൾമോസ്റ്റ് എൻഡ് ആയിട്ടുണ്ട്. ബട്ട് ബിഫോർ ദാറ്റ് ഐ വോണ്ട് ടു സേ സംതിങ്. നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ചിട്ടാണ്. ട്രാൻസ്ഫോമേഴ്സ് ഫിറ്റ്നസ് സ്റ്റുഡിയോ നമ്മൾ ഓൺലൈനായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് 2 classes അവൈലബിൾ ആണ്, അതായത് 2 sessions അവൈലബിൾ ആണ്. മോർണിംഗ് വന്നിട്ട് 6 to 7 ആൻഡ് ഈവനിങ് ദാറ്റ് ഈസ് നൈറ്റ് ടൈമിങ്ങിലാണ് വരുന്നത്. 8:30 to 9:30 ആണ് വരുന്നത്. കാൻഡിഡേറ്റ്സിന് നമ്മുടെ ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിംഗ് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് പറയുവാണെങ്കിൽ പാസ്റ്റ് മന്തിൽ ഒരു 6 to 7 kgs ഓൾമോസ്റ്റ് വെയിറ്റ് ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് എന്താ പറയുക, റിവ്യൂസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ടാവും. ആൻഡ് ഓൾസോ വി ഓൾസോ ഹാവ് എ ഡയറ്റീഷ്യൻസ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ബോഡിക്ക് അനുസരിച്ചുള്ള ന്യൂട്രീഷൻസും കാലറീസും എല്ലാം ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതൊന്ന് നോക്കിക്കോളാം. എന്തെങ്കിലും ഡീറ്റെയിൽസ്, ഫർദർ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ജസ്റ്റ് കൗണ്ടറിൽ ചോദിച്ചാൽ മതിയാവും. അവിടെ നിന്നെല്ലാം കിട്ടുന്നുണ്ടായിരിക്കും. ഇവിടെ നമ്മളെല്ലാവരും അവൈലബിൾ ആണ് ഇവിടെ. സോ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതിയാവും. ആൻഡ് നമ്മുടെ ഇവന്റ് ഓൾമോസ്റ്റ് എൻഡ് ആയിട്ടുണ്ട്. ബട്ട് ബിഫോർ ദാറ്റ് ക്യാൻ യു ജസ്റ്റ് ഡു മീ എ ഫേവർ, നമ്മുടെ IG പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജ്, നമ്മുടെ യൂസർ ID എല്ലാം ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്. ആൻഡ് എന്താണ് നിങ്ങൾക്ക് പേഴ്സണലി താങ്ക് യു പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ താങ്ക് യു ടു രേഷ്മ മാം ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ഹോസ്റ്റ് ദിസ് ഇവന്റ് ആൻഡ് ഐ എൻജോയ്ഡ് ഇറ്റ് വെരി മച്ച്. ആൻഡ് താങ്ക് യു ഓൾ ദ അതർ ഓർഗനൈസേഷൻസ്. Where is them? I can't see them because light irikkunnu me kanduda. And everybody, those children's like really helped me. Thank you so much. And every team, everybody, thank you so much. So this is it.